ഹായ്. ഹായ്. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ലിവർപൂൾ സിറ്റി സെൻട്രലിൽ ക്വീൻസ്വേ ടണലിന്റെ മുൻപിലാണ്. ഈ ക്വീൻസ്വേ ടണൽ 1934 ഉണ്ടാക്കിയതാണ്. മേഴ്സി നദിക്ക് കുറുകെ ഉണ്ടാക്കിയ ഈ ടണൽ ലിവർപൂളിനെ ബർക്കിൻഹെഡ് എന്ന് പറഞ്ഞ സ്ഥലവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ടണലാണ്. ഉണ്ടാക്കിയ സമയത്ത് ഇത് ലോകത്തിലെ തന്നെ ഇത്തരം ടണലുകളിൽ ഏറ്റവും വലിയ ടണലായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടെ പോവും, റോട്ടിൽ കൂടെ അങ്ങേയറ്റം വരെ പോവും. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ടണലിൻ്റെ ഒരു ടൂറ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പിന്നാമ്പറ കഥകൾ, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്യണത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പം അറിയും. അപ്പോൾ നമുക്ക് പോയി നോക്കല്ലേ? പോവാം, വരൂ. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മളിപ്പോൾ ക്വീൻസ്വേ ടണലിൻ്റെ ഉള്ളിലേക്ക് കയറി. ഈ ടണലിൻ്റെ മൊത്തം ദൂരം 3.5 കിലോമീറ്ററാണ്. ഏകദേശം 3-3.5 മിനിറ്റ് എടുക്കും ഈ അറ്റത്ത് നിന്ന് ആ അറ്റത്തേക്ക് എത്താൻ. ഏതാണ്ട് 9 കൊല്ലക്കാലം എടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ. വലിയ മെഷീനറികളുടെ ഒന്നും സഹായമില്ലാതെ അധികവും മാനുവൽ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയൊരു ടണലാണിത്. ഇതിൽ 6 വെന്റിലേഷൻ ഷാഫ്റ്റുകളും 9 റെഫ്യൂജ് ഏരിയാസും ആണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ഏകദേശം മേഴ്സി നദിയുടെ അടിയിലെത്തി, പുഴയുടെ അടിയിൽ കൂടെ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ട്രാഫിക് ഒന്നും ഇല്ലല്ലോ, നല്ല റോഡൊക്കെ നല്ല ഫ്രീ ആണെന്നാ. ഇന്നിപ്പോൾ ഹോളിഡേ അല്ലേ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെയൊക്കെ എത്ര ബസ്സും കാറും. അതെ, റോഡിൻ്റെ സൈഡിൽ കാണാൻ പച്ച നിറത്തിലുള്ള ഒരു ഡോർവേ അല്ലെങ്കിൽ ഇത്, അതാണ് റെഫ്യൂജ് ഏരിയാസ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് പറയാം. ടണൽ 2 വേ ആണ്. അവിടുന്ന് വരുന്നതും ഇവിടുന്ന് വരുന്നതും നമുക്ക് കാണാം. വേറൊരു ടണലുണ്ട്, കിങ്സ്വേ ടണൽ. അതിൽ ഒരു ഡയറക്ഷനിൽ പോണ വണ്ടികളെ മറ്റേ ഡയറക്ഷനിൽ കാണാൻ പറ്റും. പരസ്പരം കാണാൻ പറ്റില്ല എതിർവശങ്ങളിൽ വരുന്ന ട്രാഫിക്കിൽ. ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മളിതാ പുറത്തെത്താറായി. ടണലിൻ്റെ അറ്റത്തെത്തിക്കഴിഞ്ഞാൽ ഒരു ടോളൊക്കെ ഉണ്ട്, ഞങ്ങളതൊക്കെ കൊടുത്ത് തിരിച്ച് വരാം. എന്നിട്ട് നമുക്ക് മേഴ്സി ടണൽ ടൂർ തുടങ്ങുന്ന സൈറ്റിലേക്ക് പോവാം. ലിവർപൂൾ ഡോക്സിൽ വരുമ്പോൾ എപ്പോഴും ഈ പിന്നിൽ കാണുന്ന ബിൽഡിങ് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഇത് എന്താണാവോ എന്നുള്ളത്. അപ്പോൾ ഇന്നാണ് മനസ്സിലായത്, ജോർജസ് ഡോക്ക് ബിൽഡിംഗ് ആണ്. നമ്മുടെ മേഴ്സി ടണൽ ടൂറ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുക ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. ജോർജസ് ഡോക്ക് ബിൽഡിംഗ് ആണ് മേഴ്സി ടണലിൻ്റെ സ്ഥിരാകേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. ട്രാഫിക് കൺട്രോളും അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഇവിടെ നിന്നാണ് പ്രവർത്തിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് മേഴ്സി ടണൽസ്. ഈ ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചർ ഈജിപ്ഷ്യൻ ഇൻസ്പയർഡ് ആണ്. നോക്കിയാൽ കാണാം, കൊത്തുപണികളൊക്കെ ഈജിപ്ഷ്യൻ അതെ, വാസ്തുകലയെ ഓർമ്മിപ്പിക്കും നമ്മളെ. അങ്ങനെ ഇപ്പോൾ നമ്മൾ ജോർജസ് ഡോക്ക് ബിൽഡിങ്ങിൻ്റെ അകത്ത് എത്തി. ഇവിടെ നിന്നാണ് നമ്മുടെ മേഴ്സി ടണൽ ടൂറ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടെ ഈ ചുമരുകളിൽ മുഴുവൻ ക്വീൻസ്വേ ടണലിനും കിങ്സ്വേ ടണലിൻ്റെയും നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളും വിവിധ ചിത്രങ്ങളും ഒക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടാൽ ഏകദേശം എത്ര അധ്വാനം ഇതിൽ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ അതുകൂടാതെ ടണലിൻ്റെ മിനിയേച്ചർ മാതൃകകളും കാണാനുണ്ട്. ടൂറ് തുടങ്ങുന്നതിൻ്റെ മുമ്പേ ഞങ്ങൾക്ക് ഒരു റിഫ്ലക്റ്റീവ് കോട്ടും ഒരു ഹാറ്റും ഒക്കെ ഇടേണ്ടി വന്നു. അത് ഇതിൻ്റെ റെഗുലേഷൻ്റെ ഭാഗമായിട്ടാണ്. കൂടാതെ ഗൈഡ്സ് ഒരു ഏകദേശ ധാരണ തന്നു എവിടേക്കൊക്കെ പോകണേ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോണേ ഈ ടൂറിലുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മേഴ്സി ടണൽസിൻ്റെ ഒറിജിനൽ കൺട്രോൾ റൂമിലാണ്. അപ്പോൾ ഈ ഇലക്ട്രോണിക് പാനൽസും കമ്മ്യൂണിക്കേഷൻ എക്വിപ്മെൻറ്റ്സും ഒക്കെ ഉള്ള ഈ റൂം
കണ്ടാൽ തന്നെ അറിയാം അന്ന് എങ്ങനെയായിരുന്നിരിക്കണം ഇത് പ്രവർത്തിച്ചിരുന്നതെന്ന്. ഇപ്പോൾ ആക്ച്വലി ഇതൊന്നും ഉപയോഗിക്കണില്ല. ഇവിടുത്തെ സിസ്റ്റംസ് ഫുൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയപ്പോൾ അത് വേറൊരു ഇതിലേക്ക് മാറി. ഇത് പക്ഷേ അവർ സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം ഞങ്ങളെപ്പോലെ ഇങ്ങനെ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വരുന്നവരെ കാണിക്കാൻ അന്ന് ഇങ്ങനെ ആയിരുന്നു കാര്യങ്ങൾ നടത്തിയിരുന്നതെന്നറിയും. പുതുതലമുറയിലുള്ളവർക്ക് പ്രത്യേകിച്ചും കുട്ടികൾക്ക് കുറച്ചും കൂടി ഒരു കൗതുകം തോന്നുന്നുണ്ടാവും. കാരണം പലരും പഴയ തരത്തിലുള്ള ഡയലിംഗ് ഫോണും കൂടി കണ്ടിട്ടുണ്ടാവില്ല. അതൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ കുട്ടികൾക്ക് ഒരു കൗതുകം ഉണ്ടാവും അത് കാണുമ്പോൾ. ഇപ്പം നമ്മൾ പോണത് ടണലിൻ്റെ വെൻറ്റിലേഷൻ്റെ ഭാഗമായിട്ടുള്ള ഫാൻസിൻ്റെ പ്രവർത്തനം കാണാനാണ്. ഈ ഫാനുകളാണ് ടണലിലെ ശുദ്ധവായു ലഭ്യത ഉറപ്പാക്കുന്നത്. ഒരു കൂറ്റൻ എക്സോസ്റ്റ് ഫാനാണിത്. ഇതിൻ്റെ ജോലി ടണലിൽ നിന്ന് മലിനമായ വായു വലിച്ചെടുത്ത് പുറന്തള്ളുക എന്നുള്ളതാണ്. അങ്ങനെ മലിനമായ വായു നിരന്തരം പുറന്തള്ളപ്പെട്ടിട്ടില്ലെങ്കിൽ ടണലിൻ്റെ ഉള്ളിൽ വിഷവായു നിറയാൻ അധികം താമസമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഫാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെയ്യണത്. ഇതിൻ്റെ ലീഫൊക്കെ അന്ന് മുതലേ ഉള്ളതാണ്. 1934 മുതൽ ഉള്ളതാണ്. മോട്ടറുകളൊക്കെ ഇടയ്ക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇത് രണ്ടാമത്തെ ഫാൻ. ഈ ഫാൻ ചെയ്യണത് എന്താ വെച്ചാൽ ശുദ്ധമായ വായു ടണലിലേക്ക് കടത്തി വിടുക എന്നുള്ളതാണ്. അങ്ങനെ ഈ 2 ഫാനുകളുടെ സഹായത്തോടു കൂടിയാണ് ഇവർ ടണലിൻ്റെ ഉള്ളിൽ എപ്പോഴും ശുദ്ധമായ വായു ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുന്നത്. ഒരു പക്ഷേ ബ്രിട്ടനിലെ തന്നെ ഏറ്റവും അധികം ശുദ്ധമായ വായു കിട്ടണത് ഈ ടണലുകളിലാവാമെന്ന് പറയുന്നുണ്ട്. നമ്മൾ ടണലിൻ്റെ ഉള്ളിൽ റോഡിൻ്റെ സൈഡിലേക്ക് പ്രവേശിക്കുകയാണ്. ഗൈഡ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കയ്യ് തല ഒന്നും നീട്ടരുത്, പുറത്തേക്ക് ഇടരുത്, വാഹനങ്ങളുടെ അല്ലെങ്കിൽ ഡ്രൈവേഴ്സിൻ്റെ ശ്രദ്ധ തെറ്റിക്കണ അല്ലെങ്കിൽ തിരിക്കണ ഒരു കാര്യങ്ങളും ചെയ്യരുത്. കാരണം ഞങ്ങൾ ഈ റിഫ്ലക്റ്റീവ് കോട്ടൊക്കെ ഇട്ട് കാരണം ട്രാഫിക് പോലീസാണെന്ന് വിചാരിച്ച് അവർ ചിലപ്പോൾ പാനിക്കാവാൻ സാധ്യതയുണ്ട് നമ്മൾ കൈ കാണിക്കുക എന്തെങ്കിലും ചെയ്ത്. അങ്ങനെ പാനിക്കായി കഴിഞ്ഞാൽ ചിലപ്പോൾ അപകടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആർക്കും ഒരു ശല്യമില്ലാതെ അവിടെ ഒരു സൈഡിൽ നിന്ന് അത് കാഴ്ച കണ്ട് തിരിച്ചു പോരുക. ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവാണത്. ഇങ്ങനെ ഒരു കാഴ്ച അത് ഇങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയണില്ല. ഇനി നമ്മൾ പോണത് ടണലിൻ്റെ ഏറ്റവും അടിഭാഗത്തേക്കാണ്. ക്വീൻസ്വേ ടണൽ ആക്ച്വലി ആദ്യം ഒരു ഡബിൾ ഡക്കർ ടണലായിട്ടാണ് അവർ പ്ലാൻ ചെയ്തത്. മുകളിൽ റോഡ് ട്രാഫിക്കും താഴെ റെയിൽ ട്രാഫിക്കും എന്നുള്ള മാതിരി. പിന്നെ താഴത്തെ റെയിൽ ട്രാഫിക് ഫീസിബിൾ അല്ല എന്ന് കണ്ടിട്ട് അത് ഉപേക്ഷിക്കുകയായിരുന്നു ആ പദ്ധതി. അപ്പോൾ ആ ഭാഗത്തേക്കാണ് നമ്മൾ പോണത്. അവിടെ ഇപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. മെയിൻലി ബ്രോഡ്ബാൻഡിൻ്റെ കേബിൾസ് അങ്ങനെയൊക്കെ വലിക്കാനുള്ള സ്ഥലമായിട്ടാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ പക്ഷേ ഫ്രഷ് എയറിൻ്റെ ആ വെൻറ്റിലേഷൻ്റെ എഫക്റ്റ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നല്ല തണുത്ത കാറ്റടിക്കേണ്ട ഒരു ചില്ലി ഫീൽ ആണ്. നമ്മൾ റോഡിൻ്റെ താഴെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കുറച്ച് ഇരുട്ടൊക്കെ ആയ ഒരു ഏരിയ ആണത്. മുകളിലിങ്ങനെ നോക്കിയാൽ സീലിങ്ങിൽ കുറേ മാർക്കിങ്സൊക്കെ കാണാം. അത് സേഫ്റ്റി ഇൻസ്പെക്ഷൻ്റെ സമയത്ത് അവർ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ടണലിന് വല്ലയിടത്തും ബലക്ഷയം ഉണ്ടാവാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ അധികം വൈകാതെ ഒരു പക്ഷേ ഒരു വലിയ മെയിൻ്റനൻസിന് വേണ്ടി ടണൽ അടച്ചിടുക ഒക്കെ വേണ്ടി വരും. അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ ഒരു പക്ഷേ എന്നേക്കുമായും ഈ ടണൽ അടച്ചിടാം. വീഡിയോൻ്റെ തുടക്കത്തിൽ ടണലിൽ കൂടെ പോയപ്പോൾ ഒരു റെഫ്യൂജ് ഏരിയയെക്കുറിച്ച് പറഞ്ഞിരുന്നില്ലേ, അതാണിത്. എന്തെങ്കിലും കാരണവശാൽ ടണൽ ഇവാക്വേറ്റ് ചെയ്യേണ്ടി വന്നു വെച്ചാൽ ആൾക്കാർക്ക്
വാഹനം നിർത്തി പുറത്തിറങ്ങി ഈ റെഫ്യൂജ് ഏരിയയിൽ വന്നിരുന്ന് അല്ലെങ്കിൽ ഈ റെഫ്യൂജ് ഏരിയയിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ഒരു ഇൻ്ററാക്റ്റീവ് കിയോസ്ക് ഉണ്ട്. അതിലൊരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ടണൽ ട്രാഫിക് കൺട്രോൾ ഓഫീസേഴ്സായിട്ട് സംസാരിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ തികച്ചും സുരക്ഷിതമായിട്ട് ടണലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ഒരു വഴിയാണ് അത്യാവശ്യ സന്ദർഭങ്ങളിൽ. അങ്ങനെ ഞങ്ങൾ ടണലിൽ ടൂർ കഴിഞ്ഞ് പുറത്തെത്തിയിരിക്കുന്നു. ഗൈഡ്സ് നന്നായി എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഒക്കെ രസകരമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തമാശ പറഞ്ഞിട്ടും ഈ 2 മണിക്കൂർ എങ്ങനെ പോയെന്ന് അറിയില്ല, അത്രയും നന്നായി അവരത് പറഞ്ഞു തന്നു. അപ്പോൾ നമ്മുടെ മേഴ്സി ടണൽ ടൂർ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ടൂറ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് വളരെ ഇഷ്ടമായി. നല്ല രസമായിട്ടുള്ള ഡിഫറെൻറ്റ് ടൂറായിരുന്നു. നമ്മൾ പലയിടത്തും പോകുമ്പോൾ നമ്മൾ പല ടൂറുകൾ പോകും, പക്ഷേ ഇതൊരു ലൈവ് പ്രവർത്തിക്കുന്ന ഒരു ടണലിൻ്റെ അകത്ത് പോവുക, താഴത്ത് പോവുക, എങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത്, അതിൻ്റെ പിന്നിലെ ചരിത്രം, ഹിസ്റ്ററി, എങ്ങനെ അത് ഉണ്ടാക്കി പഠിക്കാനും അറിയാനും അത് കിട്ടി. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇനിയിപ്പോൾ ആ ടണലിൽ കൂടെ പോകുമ്പോൾ എന്തായാലും തികച്ചും നിർവികാരമായിട്ട് അതിൽ കൂടെ പോകാൻ പറ്റില്ല. ഓരോ തവണ അതിൽ കൂടെ പോകുമ്പോഴും ഈ ടണൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി എത്ര അധികം സമയമെടുത്തു എന്നും എത്ര അധികം അധ്വാനം അത് ഇതുപോലെ നിലനിർത്തി കൊണ്ടുപോകണേനുണ്ടെന്നും മനസ്സിലായ സ്ഥിതിക്ക് ആ ഒരു റെസ്പെക്റ്റോട് കൂടി ഇനിയിപ്പോൾ അതിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ ലിവർപൂളിൽ വരികയാണ്, സമയം ഉണ്ടെങ്കിൽ പറ്റുവെച്ചാൽ എന്തായാലും ഈ ടണൽ ടൂർ ചെയ്യണം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. വെറും 8 പൗണ്ടേ ഉള്ളൂ. 2 മണിക്കൂറിൻ്റെ ഗൈഡഡ് ടൂറിൻ്റെ നല്ലൊരു വേദിയായിട്ടുള്ളൊരു ടൂറാണിത്. അപ്പം ഇനി അടുത്ത തവണ കാണുന്നവരെ ബൈ.